ഗൈസ്, പരീക്ഷയായിട്ട് കിളി പോയിരിക്കില്ലേ എനിക്കറിയാം. എന്നാ വാ നമുക്ക് 1 മിനിറ്റോട് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പഠിക്കാം. നോക്ക്, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് ബ്ലോക്ക് ഗ്രൂപ്പ് പീരീഡ്. നോക്കിക്കേ, നിങ്ങൾക്ക് ഏറ്റവും ഡൗട്ടുള്ള കാര്യമാണ് എസ് ബ്ലോക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ നമുക്ക് ഇവന്റെ പഠിക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. അറ്റോമിക് നമ്പർ 27 ആണ്. സോ 1s2 2s2 2p6 3s2 3p6. ഇനി നമ്മുടെ 3Dയും 4s ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം ഇലക്ട്രോൺ എവിടെ കൊടുക്കണം? 4sൽ ഇലക്ട്രോൺ കയറിയതിനു ശേഷം മാത്രമേ 3Dയിലേക്ക് കയറുകയുള്ളൂ. 4sൽ ഞാൻ 2 എണ്ണം കൊടുത്തു. ഇപ്പൊ 20 ഇലക്ട്രോൺ ആയി. ഇനി മിച്ചം 7 എണ്ണം ഉണ്ട്. അതിനെ 3Dയിലേക്ക് കൊടുക്കാം. ഇനി ബ്ലോക്ക് കണ്ടെത്താം. ബ്ലോക്ക് കണ്ടെത്താൻ ഭയങ്കര സിമ്പിൾ ആണ്. അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതാണ് ബ്ലോക്ക്. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയത് 4sൽ കയറിയതിനു ശേഷം 3Dയിലേക്ക് ചാടി. സോ 3D ആണ്. സോ ഇവന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് D ആണ്. ഇനി D ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ എന്താ ചെയ്യുക മക്കളെ? D ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടെത്തണമെങ്കിൽ അവസാനത്തെ S ആൻഡ് D സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ എന്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കേ, അവസാനത്തെ S സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. D സബ്ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുക. 2 + 7 9 ആണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി പീരീഡ് എത്രയാ? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.